ഹലോ, എല്ലാവർക്കും നമസ്തേ, നമസ്കാരം. എച്ച് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പിയിലേക്ക് സ്വാഗതം. ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്, നമുക്ക് അറിയാം, പല ആൾക്കാർക്കും കുറേ സമയം നിന്നിട്ട് വ്യായാമം ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അതുപോലെ തന്നെ നടക്കാൻ പ്രയാസമുള്ളവരുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഇത് എന്തായാലും വ്യായാമം ചെയ്യണം. ചെയ്യുന്ന എല്ലാ നോർമൽ വ്യായാമങ്ങളും നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാം. നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിൽ നമുക്കൊരു എന്തായാലും ഇത് വിരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാം. ഇല്ല മുകളിൽ ഞാനിരിക്കുന്ന പോലെ മുകളിൽ ടെറസിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് ചെയ്യാം. അവിടെ നടക്കാനും ഒക്കെ സൗകര്യം ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്തവർക്ക് വരാന്തയിലോ അവിടെ ഇരുന്നിട്ട് ചെയ്യാം, അല്ല ബെഡിൽ ഇരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അത് നമ്മൾ തല മുതൽ ഇനി കാല് വരെയുള്ള വ്യായാമമാണ് കാണിക്കാൻ പോകുന്നത്. ഒന്നുകിൽ തല മുതൽ അങ്ങോട്ട് തുടങ്ങുക, അല്ലെങ്കിൽ കാല് മുതൽ ഇങ്ങോട്ട് തുടങ്ങുക. ഓക്കെ, വളരെ സിമ്പിളായിട്ടില്ല. ഒരു 55-60 വയസ്സൊക്കെ പ്രായം കഴിഞ്ഞവർക്ക്, 60ഒക്കെ കഴിഞ്ഞവർക്ക് അധിക സമയം നിൽക്കാനൊന്നും ചിലപ്പോൾ പറ്റില്ല എന്ന് വരും. നിന്ന് വ്യായാമം ചെയ്യാനൊക്കെ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വ്യായാമം സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ ഇരിക്കുന്നു. അതിൽ നിന്ന് കുറച്ച് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് എൻ്റെ കഴിഞ്ഞ് അതിനകത്ത് കാണിച്ച പോലെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഇരിക്കുക, കൈയൊക്കെ ഇങ്ങനെ വെക്കുക. കുറച്ച് നമ്മൾ തല മുതൽ അങ്ങോട്ട് താഴോട്ട് നോക്കാം. അപ്പോൾ കാല് നിർത്തി വെക്കുക. ഇങ്ങനെ നിർത്തി വെച്ചിട്ട്, ഭയങ്കര മഴയാണ് ഇവിടെ, അതുകൊണ്ടാണ് ഈ ഇരുട്ടടിച്ച പോലെ പുറത്തിരുന്നിട്ടും ഇരുടാണ് കാണുന്നത്, ഇരുട്ടായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇരുന്ന് വെച്ച് ഒന്നിനും ഇങ്ങനെ ഇരിക്കുക, അല്ലെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക. അത് നിങ്ങളെ സൗകര്യം പോലെ. ആദ്യം തന്നെ നമ്മൾ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കൈ ഇങ്ങനെ കുത്തി വെക്കാം. എന്നിട്ട് തലയുടെ എക്സസൈസാണ്. ആദ്യം തന്നെ കഴുത്തിൻ്റെ എക്സസൈസ് കൊടുക്കാം. ഇങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ആദ്യം കുറച്ച് നമ്മളിതിന് വ്യായാമം ചെയ്തു. 1 2 3 10 ടൈംസ് ചെയ്യണം. 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഒരു 20 ടൈംസ്. ഇനി ഒന്ന് ലെഫ്റ്റ് റൈറ്റ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, അപ്പോൾ 20 ടൈംസ് നമ്മൾ ഫ്രണ്ടിലോട്ടും ചെയ്തു, 20 ടൈംസ് സൈഡിലോട്ടും. ഇനി തലയൊന്ന്, കഴുത്തിൻ്റെ ഒരു ചെറിയ വ്യായാമമാണ്. ഒന്ന് കറക്കുക, ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ഒരു 2 ടൈംസ്, പിന്നെ റൈറ്റ് ടു ലെഫ്റ്റ് ഒരു 2 ടൈംസ്. കണ്ടിന്യൂ ആയി കറങ്ങി കഴിഞ്ഞാൽ തല കറങ്ങും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ റെഡി. 1 2 3. പിന്നെ റൊട്ടേറ്റ് തിരിച്ചിട്ട് 1 2 3. 2 ടൈംസ് ഇറക്കിയാൽ മതി. 3 ടൈംസ് ഇറക്കുമ്പോൾ ചിലപ്പോൾ തല ഇറക്കും. 10 ടൈംസ് മതി. 1 2 1 2 1 2. കണ്ണ് കൂട്ടിയിട്ടും ചെയ്യാം, കണ്ണ് തുറന്നിട്ടും ചെയ്യാം. ഓക്കെ, ഇത് നിന്നിട്ട് എക്സസൈസ് ചെയ്യാൻ പ്രോബ്ലം ഉള്ളവർക്കാണ്. കൂടുതൽ സമയം നിന്ന് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഇരുന്നിട്ട് ചെയ്യുന്നത്. ഇരുന്ന് ചെയ്യാം നമുക്ക് എല്ലാവർക്കും. അങ്ങനെ ഒരു 10 ടൈംസ് ലെഫ്റ്റ്, 10 ടൈംസ് റൈറ്റിലോട്ട് ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കുക. പിന്നെ ഇങ്ങനെ നോക്കുക. നമ്മൾ നേരത്തെ ചെരിച്ച് ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെയാണ് ചെയ്തത്. ഇനി നേരെ നോക്കുക. എന്നിട്ട് 1 2 1 2
1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കഴുത്തിൻ്റെ എക്സസൈസ് കഴിഞ്ഞു. ഇനി നമ്മുടെ കൈ പ്ലസ് ഇതിൻ്റെ ജോയിൻറ്റ്, ഇതിൻ്റെ റിബ്സ്, അതുപോലെ തന്നെ ഷോൾഡർ. ഓക്കെ, ഇതിന് മൂന്നും നമുക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ട് എടുക്കാം. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കൈ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക, സ്ട്രൈറ്റ് ആയിട്ടും പിടിക്കുക, ഇങ്ങനെയും പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ നോക്കിക്കും ഒരു 10 ടൈംസ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, എന്നാൽ കുറച്ച് റെസ്റ്റ് കൊടുക്കുക, അതിന് കുറച്ച് വാങ്ങി കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിക്കാം. ഇനി ഇങ്ങനെ ഇങ്ങനെ ആക്കാം. ഓക്കെ, നേരെ സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കുക കൈ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, അത് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കൊടുക്കും. റൈറ്റ്. അപ്പോൾ കൈയുടെ ഈ നമ്മളുടെ ഈ വിരലുണ്ടല്ലോ, വിരൽ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഈ ഞരമ്പുകൾ മുഴുവൻ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇതിനകത്ത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് വരും. ഡോക്ടേഴ്സ് പറയുന്നുണ്ട് നമ്മൾ ആ ബോളില്ലേ കയ്യിൽ പിടിച്ച്, ചെറിയ ബോൾ കയ്യിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കുന്നത്, അതുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അത് വെച്ചുകൊണ്ട് കൈ ഇങ്ങനെ പ്രസ് ചെയ്ത് വളരെ ഏറെ ഉപകാരമുള്ള എക്സസൈസാണ് നമ്മളെ നർവ്സിനൊക്കെ കിട്ടുന്നത്. ഓക്കെ, അടുത്തത് കൈയുടെ തന്നെ എക്സസൈസാണ്. ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്. ഇങ്ങനെയും പിടിക്കുക. ഓക്കെ, നോക്കുക, ഇവിടെ പിടിക്കുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു 10 ടൈംസ്, ഇങ്ങനെ ഒരു 10 ടൈംസ്. ഓക്കെ, നോക്കിക്കാം. 1 2 3 4 5 6 7 8 9 10. റെസ്റ്റ്. ഇനി നേരെ ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഒരു കടച്ചിൽ വരും. അതിനൊക്കെ നമ്മൾ കുറച്ച് ഇങ്ങനെ ഇതിനൊന്ന് റെസ്റ്റ് കൊടുക്കാം. റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് അതേപോലെ തന്നെ ഫ്രണ്ടിലോട്ട് കൂടി. ഇത് കൈൻ്റെ ഷോൾഡർ, ഇതിൻ്റെ എല്ലാ നർവ്സിൻ്റെയും ഭയങ്കര നല്ല എക്സസൈസാണ്. ചെയ്യുന്നതൊക്കെ നല്ല ടൈറ്റായിട്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, അവയോടെ പിടിക്കാം. ഇവിടെ പിടിച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. റെസ്റ്റ്. ഓക്കെ, റെസ്റ്റ്. ഓക്കെ, ഓപ്പോസിറ്റ്. 1 2 3 4 5 6 7 8 9 10. റൈറ്റ്. ഓക്കെ, ഇത് 10 ഉള്ള ചൂട്ട് ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്യാം നമുക്ക്. അത് കൂടുതൽ വീഡിയോയിൽ കൂടുതലൊന്നും ഉണ്ടാകും ചെയ്യാത്ത. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ റിസ്റ്റിന് ഇത് കഴിഞ്ഞു. സെക്കൻഡ് വൺ, ഇനി തേർഡ്. ഇത് ഇങ്ങനെ മുമ്പോട്ട് കഴിഞ്ഞു. ഇത് പിടിച്ചിട്ട് കൈ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ അതിനെ മുട്ടി ചുരുട്ടി പിടിക്കുക. കുറച്ച് ബലത്തിൽ പിടിക്കണം. ഓക്കെ, റെഡി. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഫസ്റ്റ്. ഓക്കെ, ഇത് 2 ടൈംസ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്നും കൂടി ഞാൻ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, റെസ്റ്റ്. റെസ്റ്റ് കൊടുക്കുക. കൈ ഇങ്ങനെ നേരെ പിടിച്ചിട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതായി അതിനെ ബെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഷോൾഡറിൽ കൈ ഇങ്ങനെ വെക്കുക. ഓക്കെ, ഇതൊക്കെ നിന്നിട്ട് ചെയ്യുന്ന എക്സസൈസാണ്. കൂടുതൽ സമയം നിൽക്കാനും അതുപോലെ നടക്കാനൊക്കെ മുട്ടിനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഇവിടെ പിടിക്കാം. 1 2 3 4 5 6 7 8 9 10. Rest. Okay, next. 1
2, 3, 4, 5, 6, 7, 8, 9, 10. Rest. ഓക്കെ, അപ്പം നമ്മൾ ഫിംഗേഴ്സിൻ്റെ ആയി, കുഴയുടേതായി, ജോയിൻ്റായി, ഷോൾഡറായി, കഴുത്തിൻ്റെയും കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ചെസ്റ്റില്ലേ, ചെസ്റ്റ്. ഇനി ചെസ്റ്റ് മുതലും കൂടെ താഴോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ചെസ്റ്റിന് വേണ്ടുന്ന എക്സസൈസ് ഷോൾഡറിനും ചെസ്റ്റിനും കൂടിയുള്ളതാണ്. കൈ ഇങ്ങനെ പിടിക്കുക, ബോക്സിങ് സ്റ്റൈലിൽ പിടിക്കുക. ഓക്കെ, ബോക്സിങ്ങിന് ആൾക്കാർ നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് ലെഫ്റ്റ് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, ഒരു 10 ടൈംസ് ഇത്, ഒരു 10 ടൈംസ് ഇങ്ങോട്ട്. റൈറ്റ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 35, 36, 37, 38, 39, 40, 41. ഓക്കെ, റെസ്റ്റ്. ഓക്കെ, റെസ്റ്റ്. ഇത് ഹൂക്ക് ഈ ഇടിക്കുന്നത് കുറച്ച് നല്ല ഫോഴ്സിൽ ഇടിക്കണം. വെറുതെ ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. ഓക്കെ, 1 ഇങ്ങനെ 1 ഫോഴ്സ്, 2 3, റൈറ്റ്, റെസ്റ്റ്. ഇനി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ലോങ് ബ്രീത്ത് എടുക്കണം. ഓക്കെ, ഇനി ഇതേ ഹൂക്ക് ഫ്രണ്ടിലോട്ട്, ഫ്രണ്ടിലോട്ട്. ഓക്കെ, ഒരു 10 ടൈംസ് ഇത്, 10 ടൈംസ് ഇത്. ഓക്കെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 34, 35, 36, 37, 38, 39, 40. ഓക്കെ, 20 ടൈംസ് എടുത്താൽ കുറച്ചും കൂടി സ്ട്രോങ് കിട്ടും. ഇതുപോലെ തന്നെ ഇനി കുറച്ച് റെസ്റ്റ് കഴിഞ്ഞാകുമ്പോൾ പിന്നെ അഗൈൻ ഒരു സെറ്റും കൂടി എടുക്കുക. എല്ലാം ഒരു 2-3 സെറ്റ് വീതം എടുത്താൽ ഒരുപാട് കിട്ടും. അല്ലാണ്ട് വെറുതെ ഒരു 10 പ്രാവശ്യം എടുത്തോളൂ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ടൊന്നും കാര്യമില്ല. നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ കൈയുടെ എക്സസൈസ് തന്നെയാണ് നടക്കുന്നത്. ഇത് ഷോൾഡറിൻ്റെയും ചെസ്റ്റിനും കൂടി വന്നു നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നിന്ന് കഴിഞ്ഞാലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ 1, 2, 1, 2, റൈറ്റ്, റെഡി, സ്റ്റാർട്ട്. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. Okay, rest. ഓക്കെ, ഇതൊക്കെ നല്ല പവറിൽ ചെയ്യണം. ഓക്കെ, വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് കാര്യമില്ല. കൈ മുഷ്ടി ചുരുട്ടി പിടിച്ച് പവർ ചെയ്യണം. റൈറ്റ്. ഓക്കെ, അടുത്ത എക്സസൈസ് നമ്മൾ ചെസ്റ്റിനും ഉള്ളിലുള്ള കാർഡിയോ, ഉള്ളിലുള്ള നമ്മളെ ലിവറിനും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഹാർട്ടിലൊക്കെ ഒരു പ്രവർത്തനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു എക്സസൈസാണ്. ഇതും കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം. നല്ല എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. ഓക്കെ, നോക്കി ഇങ്ങനെ കൈ പിടിക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24,
25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഓക്കെ, അപ്പോൾ അത് ബലത്തോട് ഫുള്ളായിട്ട് ഇങ്ങനെ കാണുമ്പോൾ തലയിങ്ങനെ ആക്കുന്നില്ല, ഒരുമിച്ച് തലയാക്കുമ്പോൾ തല കാണും. ഓക്കെ, അതിനുശേഷം ബ്രീത്തിങ് കുറച്ച് ഇതൊക്കെ കൊടുക്കുക, റെസ്റ്റ് കൊടുക്കുക. അതേപോലെ തന്നെ വേറെ എക്സസൈസ് നമുക്ക് കാല് മുഷ്ടി ചുറ്റി വെച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. ഓക്കെ, ഇനി കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ശരിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ കാല് തൊടാനാവണം. ആദ്യമൊക്കെ വലിയ വിഷമാണ്, ശീലമില്ലാതെ പ്രാക്ടീസ് ഇല്ലാത്തവർക്ക് പറ്റത്തില്ല. ഈ കാല് ഇങ്ങനെ പിടിക്കണം കേട്ടോ, ഇങ്ങനെ കുഞ്ഞിട്ട് തല ഇതിന് മുട്ടിക്കാം. പക്ഷേ ഇപ്പോൾ ആകുന്നു മുട്ട് മടങ്ങാൻ പാടില്ല, നേരെ പോകും. ഓക്കെ, ഇത് പിടിക്കാം, കാലിൻ്റെ ചുണ്ട് വന്നിട്ട് പിടിക്കാം, എന്നിട്ട് കാല് കഴുത്തി ഇങ്ങനെ ആക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, റൈറ്റ്. ഇതുപോലെ കാണുമ്പോൾ വളരെ ഈസിയാണിത്, ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. കാലിങ്ങനെ പിടിക്കാം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും കാണിച്ചതാണ്. മുട്ട് മടക്കാൻ പാടില്ല, മുട്ട് സ്ട്രെയിറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമ്മൾ ഇതിനു വേണ്ടി ചെയ്തു. ഇനി നമ്മൾ ഇരുന്നുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ പിന്നോട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് ലോങ് ബ്രീത്ത് എടുക്കുക. ഒരു 10 to 15. ടേക്ക് എ ലോങ് ബ്രീത്ത്. നന്നായി മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് അതിൻ്റെ സൗണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഡയറക്റ്റ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് ക്ഷമിക്കണം. ബ്രീത്തിങ് വളരെ അത്യാവശ്യമാണ്. ഓരോ വ്യായാമം കഴിയുമ്പോഴും ബ്രീത്തിങ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, റൈറ്റ്. ഇനി ചമ്രം പടിഞ്ഞിരിക്കുക. കാലിങ്ങനെ വെക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ വെക്കാം, ഇങ്ങനെ ഇരിക്കാം. അല്ലാത്തവർ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, നല്ല സൂപ്പറായിട്ട് ഇരിക്കണം. ഇരുന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ഇരുന്ന് ഒരു 2 minutes. ഓക്കെ, ഇതുപോലെ ഒരു 2 minutes ചെയ്യണം. അത് ആദ്യമൊന്നും പറ്റത്തില്ല, ഒരു പ്രാക്ടീസ്. വെറുതെ ഇങ്ങനെ കുലുങ്ങല്ല ചെയ്യുന്നത്. ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ കുലുങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാക്കുമ്പോൾ ഉള്ളിലുള്ള എയർ മുഴുവൻ പുറത്തോട്ട് പോകുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ ഇങ്ങനെയല്ല. അന്നേരം വയറിനും നല്ല വ്യായാമം കിട്ടും. ഓക്കെ, റൈറ്റ്. ഇനി നമ്മളിങ്ങനെ ഇരുന്നിട്ട് ഇന്നാളൊരു എക്സസൈസ് കാണിച്ചു കഴിഞ്ഞാൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നേരെ കൈ ഇങ്ങനെ പിടിക്കാം, കറക്റ്റ് ഇങ്ങോട്ട് വെക്കുക. ഇതേൽ വിടുക. നമ്മളെ മുട്ടിൽ ലെഫ്റ്റ് മുട്ട്, ലെഫ്റ്റ് നീ, റൈറ്റ്. എന്നിട്ട് കൈ മാക്സിമം ഇങ്ങോട്ട് പോയിട്ട് മാക്സിമം തല ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക. കഴുത്ത് ഇങ്ങനെ ചെയ്യുക. 1, 2, റൈറ്റ്. കൈ മുഴുവനായിട്ട് ഇങ്ങോട്ട് പോകാം. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 6,
ശരിക്കും പറഞ്ഞാൽ കഴുത്ത് നമുക്ക് ഇതുപോലെ പിടിക്കാം, പക്ഷെ തല കറങ്ങുന്ന ഇതുണ്ടാവും. പെട്ടെന്ന് തല ഇങ്ങനെ ആക്കുമ്പോൾ ബാലൻസ് കിട്ടത്തില്ല. ചിലപ്പോൾ പ്രായധികമുള്ളവർ, കുറച്ച് പ്രായമൊക്കെ കൂടുതലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കഴുത്തിങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നം വരും. അതുകൊണ്ട് കഴുത്തിങ്ങനെ പിടിക്കുന്നതാണല്ലേ. അല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11 13 14 15 16 17 18 19 20. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കഴുത്ത് ഇങ്ങനെ പിടിക്കാം. അതൊരു സ്ഥലത്ത് പിടിക്കുന്നത് കാരണം വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പം തലകറക്കം ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് കേട്ടോ. തലകറക്കം മാത്രമല്ല, ചിലപ്പോൾ ബാലൻസ് ഒക്കെ മാറിക്കും. അതുകൊണ്ട് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുക എക്സസൈസ്. അധികം സ്പീഡിലൊന്നും ചെയ്യരുത്.